ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ SSLC സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുറച്ച് പേരൊക്കെ ടഫായിരുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെ ഇറങ്ങിയെന്ന് കേട്ടു. കുറേ പേര് ഈസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മളിങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാവാത്ത ടൈപ്പ് ചോദ്യങ്ങളൊന്നുമില്ല. വൺ വേർഡ് ആണെങ്കിലും essay ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ കുട്ടികൾ ടഫ് ആവാൻ കാരണം പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ അൺഎക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന RBIയുടെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അല്ലെങ്കിൽ റിനൈസൻസ്, ഇതുപോലെയുള്ള മെയിനായിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക, മോസ്റ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പകരം കുറച്ചുകൂടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചുകൂടെ ഉള്ളിലുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പകരം നമുക്ക് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് മാത്രം, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള നോട്ട് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ നമുക്ക് ടഫായിട്ട് മാറും. അല്ലാതെ നമ്മൾ SCERT നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ട് എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, അതോ ആവറേജ് ആയിരുന്നോ, A+ കിട്ടും, ഫുൾ മാർക്ക് കിട്ടും, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് കമൻറ്റ് ചെയ്യുക.